സാമ്പത്തികമായി ഗുണകരമായ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് മുന്നേറ്റമുണ്ടാകും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം സംജാതമാകും. ശത്രുശല്യം കുറയാം. കേസുകളോ ഫോൺ വാങ്ങി നീ എന്തോ കണ്ടോണ്ടിരിക്കുന്നത്? അത് ജ്യോതിഷ പരിപാടി, വേറൊന്നുമല്ല. നമ്മുടെ 4 ഗ്രഹമൊക്കെ വെച്ചിട്ടേ നമ്മുടെ കറക്റ്റ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ കണ്ടോണ്ടിരുന്നു. നീ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ. കാണാറില്ല, പക്ഷെ ഇപ്പൊ കാണാൻ എന്തോ ഒരു ആഗ്രഹം. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഈ മനുഷ്യരുടെ കാര്യം വലിയ കഷ്ടമല്ലേ. ഏത് നിമിഷം ആർക്ക് എന്താ സംഭവിക്കാന്ന് ഒരു പിടിയില്ല. എന്താ ഒന്നുമില്ല, ഇപ്പൊ പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ. പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ ഇപ്പൊ ഇച്ചിരി കൂടുതലാ. ഈ നൂറ്റാണ്ടുകാലം മൊത്തം ജീവിക്കാന്ന ഒരു ഗ്യാരണ്ടി ഒന്നും ഇല്ലല്ലോ. എന്തിനാ ആവശ്യമില്ലാത്ത വിഷയത്തിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുന്നത്? ഈ മരണവും ജനനവും ഒക്കെ വലിയ സത്യങ്ങളല്ലേ. എന്താണ് രണ്ടിനോട് ആവശ്യമില്ലാത്ത ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണേ? അറിയാ അറിയോ? ഇരിക്കടാ, കാര്യം പറയലേ. എടാ കുറച്ചു നേരം നിങ്ങളൊന്ന് കണ്ടോണ്ടൊക്കെ ഇരിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. അടുത്ത ജന്മത്തും ഈ കുടുംബത്തില് അളിയനായിട്ട് വരണമെന്നാണ് എന്റെ ആഗ്രഹം. ആദ്യം ഈ ജന്മം സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിച്ച് തീർക്കുക, എന്നിട്ട് നമുക്ക് അടുത്ത ജന്മത്തെ കുറിച്ച് ആലോചിക്കാം. അല്ലേ ചേച്ചി? അല്ലയാ അടയും ധൈര്യമായിട്ടിരി. മരിക്കണവരെ അളയന്റെ കൂടെ കാണും. എന്റെ മരണം വരിക എന്തോന്ന് സിദ്ധു ആവശ്യത്തൊക്കെ പറയുന്നേ? ഞാൻ ചോദിച്ചല്ലേ. ബോഡിക്ക് മൊത്തം പെയിനാണ് ഇപ്പം. ആശുപത്രി പോണോ? ആശുപത്രി പോകേണ്ട കാര്യമൊന്നും ഇല്ല. കഴിച്ച കാലം ഒക്കെ വേദനയാ. കാലിന് വേദന ഉണ്ടോ? ഈ കാലം ഒരു പിടുത്തുണ്ടാ. ആളെയും കാല് നീട്ടി നീട്ടളയാ. എന്താടാ നീട്ട് ഇവിടാണോ? ഇവിടാണോ? ഇവിടെ ആ ഇവിടെ ഈ കാലം വേദനയുണ്ട്. എന്നാ ഞാൻ തിരുമ്പി തരാം. കാല് കാണിക്ക്, കാല് കാണിക്ക്. നീക്കളിയാ. ഇത്രയും പോകുന്നത് ഈ കാലിന് ഇച്ചിരി കൂടെ പ്രഷർ വേണം. പ്രഷർ വേണോ? ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. വേറെ കുഴപ്പങ്ങൾ ഇപ്പൊ ഇല്ല. നെഞ്ചരിച്ചില്ല. മതി 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 കഴിഞ്ഞു കഴിഞ്ഞു. ഇല്ല കുഴപ്പമില്ല. മതിയെന്ന് കുഴപ്പമില്ലേ? അല്ല മതി. ഇതെങ്ങനെ നോക്കണേ? ഇതെന്താണ് മരണം കാണാൻ വന്ന് നിൽക്കണ പോലെ നിൽക്കണേ? അളിയാ എന്ത് വർത്താനം? മുമ്മ ഇവിടെ ഒരാളെ ഈ നാളിനെ കുറിച്ച് ഫോണില് വീഡിയോസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കണ്ടോണ്ടിരിക്കുവായിരുന്നു. നാളെ നിങ്ങൾ രണ്ടുപേരും കൂടെ അമ്പലത്തിലൊന്ന് പോണം. എന്താണ് അറിയത്തില്ല, വല്ലാത്ത ദാഹം. എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ തോന്നുക. മക്കൾക്ക് എന്താ കുടിക്കാൻ വേണ്ടുന്നേ? ജ്യൂസ് കിട്ടിയാൽ കൊള്ളായിരുന്നു. കനകം ജ്യൂസ് താനേ ഇപ്പവേ കൊണ്ടുതരാം. സ്പെഷ്യൽ. കാലുവേദന മാറിയോ? ഞാൻ തിരുമ്പി തന്നോ? എന്നാ തിരുമിക്കോ. അല്ലെ നീ തിരുപ്പന്നോടാ? അല്ലല്ല നീ തിരുപ്പണ്ട, വെച്ച് തിരുപ്പണ്ട. അല്ലെ ചൂട് വല്ലതും എടുക്കണുണ്ടോ? ചൂട് ഇല്ല, ഓക്കെയാ ക്ലൈമറ്റ്. ഓക്കെയാണോ? നിലവിൽ ഓക്കെ. ഇത്ര ഇവിടുന്ന് ജ്യൂസ് എടുത്താ? ஆமாப்பா, நீ எப்ப ஜூஸ் கேட்டாலும் குடுக்கறதுக்கு எல்லா ஜூஸுமே நான் ஃப்ரிட்ஜில் அடிச்சு வச்சிருக்கேன். എന്തേ ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തുവാ? എനിക്ക് നല്ല എരിവുള്ളതൊക്കെ കഴിക്കാൻ തോന്നുന്നു. എന്താന്ന് അറിയത്തില്ല. നല്ല ചിക്കൻ പൊരിച്ചുണ്ടാക്കിയാലോ? അയ്യോ, പക്ഷെ അതില് ഒരുപാട് എണ്ണയും വറവുരയൊക്കെ. സിദ്ധുമോനൊരു ആഗ്രഹം പറഞ്ഞല്ലയോ, അതങ്ങ് സാധിച്ചു കൊടുക്കുക. ആയിക്കോട്ടെ, ചിക്കൻ ഫ്രൈ മേടിച്ചു തരാം. അല്ല എന്താ കണ്ണ് നടന്നിരിക്കുന്നത്? അത് കണ്ണെന്തോ പോയതാ. എന്നാ കണ്ണ് തുടച്ചിട്ട് ചെയ്യും. അളിയ എന്റെ തലയ്ക്ക് ചെറിയൊരു പെരുപ്പ് എന്ന് പറഞ്ഞപ്പോ തന്നെ ലച്ചു മസാജ് ചെയ്ത് തുടങ്ങി. എന്താന്ന് അറിയത്തില്ല. സാധാരണ ഒന്ന് മസാജ് ചെയ്താന്ന് പറഞ്ഞ് പുറകെ നടന്നാ പോലും ചെയ്യാത്ത ആളായിപ്പോ ഇരുന്ന് ചെയ്യുന്നു.
ചേച്ചി കൈക്ക് വേദന എടുക്കണുണ്ടോ? വേണേ ഞാൻ ചെയ്യാം. നെച്ചിന് വേനുണ്ടോ? അവിടെ ചെയ്തോളൂ. അളയാ ആ നാളെയാ അളയന് പൊറോട്ടയും ചിക്കനും, 7 പൊറോട്ടയും ചിക്കൻ ഫ്രൈ എനിക്ക് വേണ്ടി നീ വാങ്ങിയോ? ഓടാ. തന്നെ അളയാ. ചേച്ചി കാശ് തന്നു. ഇവളോ? പിന്നെ എന്റെ അളിയ ഒരു ആഗ്രഹം പറഞ്ഞു സാധിച്ചു തരാതിരിക്കാൻ പറ്റൂ? എന്റെ ഏടാ നിന്നെ കൊണ്ട് തോറ്റു. നീ ഞെട്ടിച്ചേട്ടാ. അതെ പ്ലേറ്റ് ഉണ്ടേ? ആ പ്ലേറ്റ് വേണം. അമ്മൂമ്മ കനാന്റെ ഏതാണ്ട് പൊറോട്ടയും ചിക്കനും എത്തി. പ്ലേറ്റും വെള്ളം എടുത്തോ. എല്ലാം പെട്ടെന്ന് പട്ടപ്പട്ടായി. ഞാൻ അയച്ചു തരേ. പ്ലേറ്റ് വെച്ചോ. അളയാ അളയന്റെ തലയിലെ പെരുപ്പൊക്കെ മാറിയോ? പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വന്നപ്പോ മാറി. അല്ലയോ ഓടാ. സെറ്റ് ചിക്കൻ ഫ്രൈ ആണല്ലോ. സെറ്റ് പൊറോട്ടയാണ്. ശരിക്കും പറഞ്ഞാലേ നിങ്ങളുടെ ഈ സ്നേഹമൊക്കെ ഉണ്ടല്ലോ ഇനി എത്ര നാൾ അനുഭവിക്കാൻ പറ്റുമോ എന്തോ. ഞാൻ പറഞ്ഞ ആവശ്യമില്ലാത്തൊന്നും പറയരുതെന്ന്. മര്യാദയ്ക്ക് ഇത് കഴിച്ചാ അത്. എങ്ങനെയല്ലേ? കൊള്ളാം. എരിവ് കറക്റ്റാ. നിങ്ങളെ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, എന്നെ വല്ലാണ്ട് സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിച്ചോണ്ടിരിക്കുമ്പോ എനിക്കൊരു കാര്യം പറയാൻ തോന്നുക. ഇപ്പൊ എന്തായാലും ചിക്കൻ ഓക്കെയാണ്, എനിക്ക് മട്ടൻ കഴിക്കാൻ തോന്നുന്നതാ. മട്ടൻ இன்னைக்கு வேணுமா சித்து? ഇന്നേക്ക് വേണ്ട, ഇന്നേക്ക് ഇതുണ്ടല്ലോ. നമുക്ക് നാളെ அப்படின்னா ஒன்று செய்யலாம். நாளைக்கே நம்ம மட்டன் வாங்கலாமா? என்னட்டு நானே உனக்கு என் கையாலே குக் பண்ணி கொடுக்குறேன். நீ முழுசா அதை சாப்பிடணும் சித்து. മുഴുസായോ? ஆமா ഞാൻ ഒറ്റയ്ക്ക് മൊത്തോ? ஆமா. ഇപ്പൊ മോൻ അത് കഴിക്കേ. തൽക്കാലം ഇത് കഴിക്കാം. അല്ല ഇനി ചൂടുവെള്ളം പച്ചവെള്ളം അങ്ങനത്തെ വല്ലതും വേണോ അളിയാ? വേണ്ട, ഒന്നും വേണ്ട. അത് മാത്രം പോരെ? ഇത് മാത്രം മതി. സിദ്ധു, നാളെ രാവിലെ നമുക്ക് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോണേ. അതുകൊണ്ട് നീ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കരുത്, വെറും വയറ്റിൽ വേണം. അളയോ പോയിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് നടത്തണം കേട്ടാ. നടത്തി കളയാം. എന്താണല്ലോ ഇതെനിക്ക് ഗുണമുള്ള കേസാണല്ലോ. പക്ഷെ പൈസ ആരാ മുടക്കുക? അത് ഞാൻ മുടക്കിക്കോളാം. അമ്മയോ? ശരിയും ശരിക്കും നിങ്ങളൊക്കെ കൂടെ എനിക്ക് വേണ്ടി എത്ര രൂപ ഇങ്ങനെ മുടക്കുന്നത്? എന്റെ മോൻ ഇവിടെ മുന്നും പിന്നും നോക്കാതെ എന്തുമാത്രം കാശാ ചെലവാക്കുന്നേ. അമ്മമ്മയുടെ ഓരോ കാര്യം. അല്ലയാ അളയാ ഇത് കഴിച്ചു കിട്ടേ എനിക്ക് ബൈക്കില് മൊത്തത്തിൽ ഒന്ന് ചുറ്റണോടാ. അളയാ ഇത് കഴിഞ്ഞിട്ട് അളിയനെ നമ്മള് എവിടൊക്കെ പോവും? നമ്മള് മറൈൻ ഡ്രൈവിലും അവിടെ ഇവിടെ അപ്പുറത്തെ ബീച്ചില് ഈ ബീച്ചില് ആ ബീച്ചിലെല്ലാം നമ്മള് പോവും. അളിയൻ കൂടി இதுவா? അളിയൻ കഴിയല്ലേ?